വളരെ കൃത്യതയോടെ കൈകാര്യം ചെയ്ത യുവാനാണ്. യുവാനെ ആദരം സ്വീകരിക്കാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ മിഷൻ രൂപപ്പെട്ടത്. അതിനു മുമ്പ് ഈ കമ്മ്യൂണിറ്റിയെ നയിച്ച എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും മറ്റു വ്യക്തികളെയും എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. 2015 മുതൽ ഇവിടെ സേവനം ചെയ്ത സെക്രട്ടറീസ്, ട്രസ്റ്റീസ് എന്നിവരെ ആദരിക്കുന്നതാണ് അടുത്തതായി. അതിനായി പേര് വിളിക്കുന്നതനുസരിച്ച് ഓരോരുത്തർ വേദിയിലേക്ക് വന്ന് ആദരം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി സന്തോഷ് കറിയ, സെബി പി ചാക്കോ, ബിൽജോ ടി ജോൺ, ജോൺ എബ്രഹാം, സെബി ബിൽജോ ഇവിടെ ഇല്ല, ചെറിയാൻ ജോർജ്, KP Jos, Gigi, Betty Talori, Roy Jacob, Lijo Varghese, Raju James, Shisi James, Prince Matthew, Tijo Joseph, Jijoy Matthew, Paul George, Panu George, Biljo T. John, Biljo, ഇവിടെ ഉണ്ടോ? മുൻകാല ഭാരവാഹികളുടെ റെപ്രസെന്റേറ്റീവായിട്ട് സോറി പറഞ്ഞു. സാധാരണ വീട്ടിലെ അമ്മയ്ക്ക് ഭക്ഷണം കിട്ടാൻ ആരും ചോദിക്കാറില്ല. എല്ലാം നടത്തുന്ന ആളെ മറന്നുപോയി. നമുക്ക് എല്ലാവർക്കും ഒരു നല്ല കൈയടി കൊടുക്കാം. അടുത്തതായി മുൻകാല ഭാരവാഹികളുടെ റെപ്രസെന്റേറ്റീവായിട്ട് KP ജോസിയേട്ടനെ 2 വാക്ക് പറയാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. I just opened your up to keep that Is it blocking this work? Yeah, if it's not there, if it's kind of dead, yes.
വേദിയിലെ വിശിഷ്ട അതിഥികളെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സദസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, it's such a memorable day today because we are celebrating the first parish day, and I can see the faces beaming with joy, with love and happiness. 2 മിനിറ്റിൽ എന്ത് പറയാമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. പക്ഷേ going back all those years, നമ്മുടെ ഈ സിറോ മലബാർ പാരിഷ് ഇവിടെ വരുന്നതിന് മുമ്പ് 1980 മുതലുള്ള ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരു മലയാളം കുർബാന കാണാനായിട്ട് നമ്മൾ ഒത്തിരി പേര് ഇവിടെ ഇല്ലായിരുന്നുവെങ്കിലും ഉള്ള ആൾക്കാരെല്ലാവരും അതിന് ഒരു കൊച്ചു ഭക്ഷണവുമായി വന്ന് ആദ്യത്തെ കുർബാനയിൽ നമ്മൾ ഏതാണ്ട് 12 പേരായിരുന്നു തോന്നുന്നു. കോമ്പിഷിലായിരുന്നു ഫാദർ ആൻഡ്രൂ നമുക്ക് വേണ്ടി ചെയ്തതാണ്. അന്നത്തെ ആ കൊച്ചു കൂട്ടുകാരിൽ നിന്ന് ഇന്ന് സീറോ മലബാർ ഇവിടെ വന്നതിൻ്റെ ആ ഒരു വലിയ ചരിത്രത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗമായിട്ട് അതിനകത്ത് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. ഐ ആം വെരി ഹാപ്പി. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ അച്ഛന്മാരിവിടെ പറഞ്ഞത്, എസ്പെഷ്യലി ഫാദർ എബ്രഹാം പറഞ്ഞത്, ഇറ്റ്സ് ഓൾവേസ് മൈ മോട്ടോ, ഇറ്റ് ഈസ് ബെസ്റ്റ് ടു ലൈറ്റ് എ കാൻഡിൽ ദെൻ കേഴ്സ് ദ ഡാർക്ക്നെസ്. അച്ഛൻ പറഞ്ഞത് അതായിരുന്നു. That's right. It is always look forward to light a candle then curse the darkness. നമ്മളെല്ലാവരും അങ്ങനെ ഒരൊറ്റ കർമ്മം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ കൊച്ചു വേദനകൾ, പ്രത്യേകിച്ച് നാട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഒത്തിരി എന്നെ വേദനപ്പെടുത്തി. ഞാൻ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് ബിഷപ്പ് ബോസ്കോയെ പോയി കണ്ട് എൻ്റെ ഒരു കൊച്ചു അഭ്യർത്ഥനയും പ്രത്യേകിച്ചൊരു റിക്വസ്റ്റും പിതാവിനോട് പറഞ്ഞു. ഇതെന്താണ് പിതാവ് ഇങ്ങനെ നമ്മുടെ ഈ സീറോ മലബാറിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത്? പിതാവിന് പല കാര്യങ്ങളും പറയാനുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എനിക്ക് അത്ര വിശ്വസനീയമായില്ല കേട്ടോ. കാരണം ഇവിടെ തന്നെ നമ്മൾ എത്രയോ കഷ്ടപ്പെട്ടാണ് ഈ പള്ളിയിൽ തന്നെ വിജി ഓർക്കുന്നുണ്ടാവും. നമ്മൾ ഈ വാതിൽക്കൽ പോയി ആലോകച്ചന് വേണ്ടി മുട്ടി, മറ്റേ താനച്ചൻ്റെ അടുത്ത് പോയി മുട്ടി തുറക്കുന്നുണ്ട്. ആ വാതിൽ നമുക്ക് തുറന്നില്ലായിരുന്നു. കറക്റ്റ്? സോ ഇന്ന് ആലോകച്ചൻ്റെ ആബ്സെൻസ് ഇവിടെ ഐ ഫീൽ ഇറ്റ്. എന്തുകൊണ്ടാണ് ആലോകച്ചൻ നമ്മളെ വിട്ടതെന്ന് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. അതിനകത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഇറ്റ് ഒഫൻഡഡ് മീ ഓൾസോ വെരി മച്ച് and put a sudden stop on my activities with this, and I had discussed that with the bishop as well at the same time. Perhaps they had difference of opinions and could not go ahead with that, so in that illa ennu matram njan parayunnu. പക്ഷേ we have grown so much and we will be growing so much, and that's what God's plan is for each one of us. That's because we are not there to curse the darkness but to light a candle. Thank you very much. താങ്ക് യു ജോസേട്ടാ. സമയമില്ലാത്തതുകൊണ്ട് കമൻ്റ് ഒന്നും പറയുന്നില്ല. പിന്നെ നമ്മ ഈ അവസരത്തിൽ നമ്മുടെ ജോർജസിനെ ഒന്ന് പ്രത്യേകം ആദരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പൗരോഹിത്യത്തിൻ്റെ 45 വർഷത്തെ ജൂബിലി ആഘോഷിച്ച ജോർജസിനെ പൊന്നാട അണിയിക്കാൻ വേണ്ടി നമ്മുടെ ജെറിനച്ചനെ ക്ഷണിക്കുന്നു.
so afraid of dogs? Why are you so afraid of dogs?